ശാന്തമായ ജലാശയത്തിലേക്ക് അവിടെ നിന്നെ നയിക്കും. അവിടെ നിന്റെ കൂടെയുള്ളതിനാൽ മരണത്തിന്റെ താഴ്വരയിൽ നടക്കുവാൻ ഞാനൊട്ടും ഭയപ്പെടുകയില്ല. അവിടുത്തെ നന്മയും കരുണയും എന്നും എന്നെ പിന്തുടരും. എന്റെ ആയുഷ്കാലം മുഴുവനും കർത്താവിനെ ഭക്തി ഞാൻ വസിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു. അങ്ങയുടെ തിരുവചനങ്ങൾ അടങ്ങിയ വിശുദ്ധ ഗ്രന്ഥം ഇവിടെ പ്രദർശിക്കുന്ന ഞങ്ങളിൽ അങ്ങ് സംപ്രീതനാകണമേ. ഈ തിരുവചനം അതിനെ വായിച്ച് പഠിക്കുവാനും അങ്ങയെ കൂടുതൽ അടുത്തറിയുവാനും ഞങ്ങൾ അനുഗ്രഹിക്കണമേ. പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും അങ്ങയുടെ വചനത്തിൽ ആശ്രയം കണ്ടെത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ലോകത്തിൽ അങ്ങയുടെ തിരുവചനത്തിൽ സാക്ഷികളായി ജീവിച്ച് അവസാനം അങ്ങയെ നേരിൽ ദർശിക്കുവാൻ അവരെ പ്രാപ്തരാക്കുകയും ചെയ്യണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. ഇപ്പോൾ വിശുദ്ധ ഗ്രന്ഥം വൈദികൻ മുത്തുന്നു. അതിനുശേഷം കുടുംബനാഥൻ മുത്തുക. മറ്റെല്ലാവരെയും അത് മുത്തിക്കുക. ജീവനേകും ദിവ്യവചനം സ്വീകരിച്ചിടുവാൻ ദൈവമേ ഹൃദയമയലുകളൊരുക്കേണമേ. സാദരം ഞങ്ങളിന്ന് എല്ലാവരും ജീവനേകം ദിവ്യവചനം സ്വീകരിച്ചിടുവാൻ ദൈവമേ മാസമായിരിക്കണം. ഇസ്രായേൽ സമൂഹത്തോട് മുഴുവൻ സഹൈവിൻ ഈ മാസം 10-ാം ദിവസം ഓരോ കുടുംബത്തലവരും ഓരോ ആട്ടിൻകുട്ടിയെ കരുതി വയ്ക്കണം. ഒരു വീടിൽ ഒരു ആട്ടിൻകുട്ടി വീതം. ഈ മാസം 14-ാം തീയതി വരെ അതിനെ സൂക്ഷിക്കണം. സന്തോഷത്തോടെ അവനെ സ്വീകരിച്ചു. ഇത് കണ്ടപ്പോൾ അവരെല്ലാവരും പിറുപിറുത്തു. ഇവൻ പാപിയുടെ വീട്ടിൽ അതിഥിയായി താമസിക്കുന്നുവല്ലോ. സക്കേവൂസ് എഴുന്നേറ്റ് പറഞ്ഞു, കർത്താവേ, ഇതാ എന്റെ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായി തിരിച്ചു കൊടുക്കുന്നു. യേശു അവരോട് പറഞ്ഞു, ഇന്ന് ഈ ഭവനത്തിന് ദൈവം ഇസ്രായേൽ മക്കളെ ഈജിപ്തിലെ അടിമത്തിൽ നിന്ന് അയച്ചത്. പാലങ്ങൾ ഐശ്വര്യത്തിന്റെ പ്രതീകം കൂടിയാണ്. തേനും പാലും എന്ന് പറഞ്ഞാൽ ഒരു സന്തുഷ്ട ജീവിതം നയിക്കുന്നതിനുള്ള ഒരു ചിഹ്നമാണത്. ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് തേനും പാലും ഒഴുകുന്ന ആ വാഗ്ദാന നാട്ടിൽ എത്തിച്ചേർന്ന സന്തോഷത്തിൽ ഈ കുടുംബം ജീവിക്കുന്നതിൻ്റെ അടയാളമായിട്ടാണ് പാലിലേക്ക് തേൻ പുരുഷാകൃതിയിൽ 3 പ്രാവശ്യം കലർത്തിയിട്ട് അതാണ് ഇവിടെ കാച്ചുന്നത്. പിന്നെ വെള്ളം വെച്ചിട്ടുണ്ട്. ഈ വെള്ളത്തിലേക്ക് അല്പം ഉപ്പ് കലർത്തി അതിനെ ആശീർവദിക്കും. ആ വെള്ളം ചുറ്റുപാടും തളിക്കാനായിട്ടോ കഴിക്കാനായിട്ടോ ഒക്കെ ഉപയോഗിക്കാം. കാരണം അതിന് ഒരു ശക്തി ലഭിക്കും. അത് വെഞ്ചരിച്ച് കഴിയുമ്പോൾ വീട്ടിൽ എപ്പോഴും സൂക്ഷിക്കാവുന്ന ഒന്നാണത്. പിന്നെ ഈ വീട്ടിൽ നിന്ന് ആദ്യമായിട്ട് കുന്തലക്കം ഇട്ട് പുകച്ച് ധൂപം അർപ്പിക്കും. ദൈവത്തിന് മാത്രം കൊടുക്കുന്നതാണ് ധൂപാർപ്പന. അപ്പോൾ ഈ വീട്ടിൽ നിന്ന് ധൂപാർപ്പണം നടത്തുന്നത് വഴിയായിട്ട് ഇവരുടെ കുടുംബത്തിലെ അംഗങ്ങളുടെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിലേക്ക് ഉയരുന്നു എന്ന് കാണിക്കുവാനും അതുപോലെ തന്നെ എല്ലാവിധ ദുരദൃഷ്ടങ്ങളും പൈശാചികമായ ബന്ധനങ്ങളും ഇതുവഴി അകന്നു പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ആ ധൂപം അർപ്പണ നടത്തുന്നത്. പിന്നെ ഇവിടെ അരി വെച്ചിട്ടുണ്ട്. നമ്മുടെയൊക്കെ അനുദിന ആഹാരമാണ് അരി. അപ്പോൾ ഇവിടെ ഭക്ഷണത്തിന് ഒരിക്കലും കുറവുണ്ടാവില്ലേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് അരി വെഞ്ചരിക്കും. പച്ചക്കറികൾ അതുപോലെ തന്നെ. അതായത് ഇവിടെ നടത്തുന്ന എല്ലാ പാചകങ്ങളും അനുഗ്രഹമായി മാറട്ടെ. ഒരിക്കലും ഭക്ഷ്യ വിഷബാധയൊന്നും വരാതെ ആരോഗ്യപരമായ ഭക്ഷണത്തിന് ഈ പച്ചക്കറികളുടെ ഉപയോഗം കാരണമായി ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ പച്ചക്കറികളെല്ലാം വെഞ്ചരിക്കും. അതുപോലെ തന്നെ ഇവിടെ കുറച്ച് പൂക്കൾ വെച്ചിട്ടുണ്ട്. ആദ്യമ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചാക്കിയത് പർദീസായിലാണ്. അപ്പോൾ ആ പർദീസായിലെ പോലെ പുഷ്പങ്ങളെല്ലാം നിറഞ്ഞ സന്തോഷകരമായ ഒരു ജീവിതം ഇവർക്ക് ഈ വീട്ടിലുണ്ടാവട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് പൂക്കൾ വിതറും. ഇത്രയും കാര്യങ്ങളാണ് ചെയ്യുന്നത്. പിന്നെ ഈ തിരുസ്വരൂപം വെഞ്ചരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വെഞ്ചരിക്കാനായിട്ട് ഓരോ മുറികളിലേക്ക് പോകുമ്പോൾ കുടുംബനാഥൻ മാത്രം വരിക. ആ മുറികളിലെല്ലാം ലൈറ്റ് തെളിച്ചിടുക.
വേറെ ആരും പറഞ്ഞു ബാക്കി നിന്നും പ്രാർത്ഥന ചെല്ലുകയും ചെയ്യുക. അതിനുശേഷം ഈ ധൂപം ഞാൻ ഇവിടെ അർപ്പിച്ചതിന് ശേഷം എല്ലായിടത്തും കൊണ്ടുപോകും. അപ്പം അത് പിടിക്കാനായിട്ട് അത് ചൂടായിരിക്കുന്നത് പിടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അടിയിലൊരു പ്ലേറ്റ് വന്ന് വെക്കുക, അത് പിടിച്ചുകൊണ്ട് ഞാൻ എനിക്ക് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് സംവിധാനം ചെയ്തേക്കുക. പൂജിതമാക്കപ്പെടുന്ന ഈ ഭവനം എല്ലാവിധ പൈശാചികമായ ബന്ധങ്ങളിൽ നിന്നും ശത്രുദോഷത്തിൽ നിന്നും അഗ്നിബാധയിൽ നിന്നും കള്ളന്മാരുടെ കവർച്ചയിൽ നിന്നും സംരക്ഷിതമാട്ടെ എപ്പോഴും എന്നേക്കും. കർത്താവിനോട് നന്ദി പറയുവിൻ, എന്തെന്നാൽ അവിടുന്ന് നല്ലവനാകുന്നു. കർത്താവിനോട് നന്ദി പറയുവിൻ, എന്തെന്നാൽ അവിടുന്ന് നല്ലവനാകുന്നു. ഞങ്ങൾ അങ്ങേക്ക് പ്രതിഷ്ഠിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ രാജാവായി വാഴണം. ഞങ്ങളുടെ പ്രവർത്തികളെല്ലാം അങ്ങ് തന്നെ നിയന്ത്രിക്കണം. ഞങ്ങളുടെ ഉദ്യമങ്ങളെല്ലാം ആശീർവദിക്കുകയും ഞങ്ങളുടെ സന്തോഷങ്ങൾ വിശുദ്ധീകരിക്കുകയും സങ്കടങ്ങളിൽ ആശ്വാസം നൽകുകയും ചെയ്യും. ഞങ്ങളിൽ ആരെങ്കിലും അങ്ങയെ ഉപദ്രവിക്കാനിടയാൽ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഈ കുടുംബത്തിലുള്ളവരെയും ഇവിടെ നിന്ന് അകന്നിരിക്കുന്നവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. മരിച്ചുപോയ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ നിത്യഭാഗത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ. കണ്ടാനന്ദിക്കുവാൻ സ്വർഗ്ഗത്തിലെത്തുന്നവരെ ആത്മീയവും ശാരീരികവുമായ എല്ലാ വിപത്തുകളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. മറിയത്തിന്റെ വിമല ഹൃദയവും മാറിയൗസ പിതാവും ഞങ്ങളുടെ പ്രതിഷ്ഠയെ അങ്ങേക്ക് സമർപ്പിക്കുകയും ജീവിതകാലം മുഴുവൻ ഇവിടെ നിലനിർത്തുകയും ചെയ്യട്ടെ. ഈശോയുടെ മറിയത്തിന്റെ വിമല ഹൃദയം കൈകൊണ്ടരുളേണം പരിമളവിയലും ധൂപം പോൽ കൈകൊണ്ടരുളേണം. കർത്താവേ നരകുലപാലകനേ ഞങ്ങളണച്ചിടുകേ പ്രാർത്ഥന തിരുമുൻപിൽ പരിമളമി. ഈജിപ്ത് ജലമറ്റത്തിൽ നിന്ന് ഇസ്രായേൽ മക്കളെ വാഗ്ദത്ത നാടായ കനാൻ ദേശത്തേക്ക് തേനും പാലും ഒഴുകുന്ന നാട്ടിലേക്ക് ആനയിച്ച കാരണവാനായ കർത്താവേ, തേനിന്റെയും പാലിന്റെയും വിശുദ്ധ വഴിയായിട്ട് ഈ ഭവനത്തിൽ എന്നും ഐശ്വര്യവും സമൃദ്ധിയും നിലനിൽക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ആകാശത്തിലെ പക്ഷികളെയും വയലിലിപ്പുകളെയും കാത്തുപരിപാലിക്കുന്ന കാരണവാനായ ദൈവമേ, ഈ ഭവനത്തിൽ അന്നത്തിൻ്റെ ഭക്ഷണത്തിൻ്റെയും ഒരിക്കലും കുറവുണ്ടാവാതിരിക്കട്ടെ. നീയാണെല്ലാം നൽകുന്നതെന്ന് ബോധ്യത്തിൽ ജീവിക്കാൻ പ്രാപ്തരാക്കുകയും ചെയ്യണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. മനുഷ്യന്റെ ഉപയോഗത്തിനായി ഫലമൂലാദികളെ സൃഷ്ടിച്ച കാരുണ്യവാനായ ദൈവമേ, ഈ ഫലമൂലാദികളെ ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. ഇതുപയോഗിച്ച് നടന്ന പാചകം എന്നും അനുഗ്രഹദായകവും സന്തുഷ്ടവുമായി തീരുമാറാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.
സാധിക്കുകയും ചെയ്യട്ടെ. ഈ കുടുംബത്തിലെ നിങ്ങളുടെ ഹൃദയങ്ങളിലും അവിടെ ശാന്തിയും സമാധാനവും നിലനിൽക്കട്ടെ. നിങ്ങൾ വിളിക്കുമ്പോൾ കർത്താവ് നിങ്ങളുടെ വിളി കേൾക്കട്ടെ. നിങ്ങളുടെ യാചനകൾ കർത്താവിന്റെ പക്കലേക്ക് എത്തുമാറാകട്ടെ. ഈ ഭവനത്തിൽ ദൈവത്തിന്റെ സാമീപ്യവും സാന്നിധ്യവും ഇപ്പോൾ ഉണ്ടാവുകയും ചെയ്യട്ടെ. നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴും ഇവിടെ ആയിരിക്കുമ്പോഴും കർത്താവ് നിങ്ങളുടെ വലത് ഭാഗത്ത് നിങ്ങളെ നയിക്കുവാനുണ്ടാവുകയും ചെയ്യട്ടെ. എല്ലാവിധ രോഗങ്ങളിൽ നിന്നും തിന്മയുടെ ശക്തികളിൽ നിന്നും കർത്താവ് നിങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യട്ടെ. ഈ വീട്ടിൽ കയറി വരുന്നവർക്ക് ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കേണ്ടതാകുകയും ചെയ്യുമാറാകട്ടെ. എല്ലാവിധ ദുരദൃഷ്ടങ്ങളും തിന്മയുടെ ശക്തികളും ഇവിടെ നിന്ന് അകന്നു പോവുകയും ചെയ്യട്ടെ. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും എല്ലാവരും ഉണ്ടായിട്ട് ഇപ്പോഴും എന്നേക്കും ആമേൻ. Once you are